രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ചൈന ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തി എന്ന പരാമർശത്തിലാണ് വിമർശനം. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതി. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ക്രിമിനൽ മാനനഷ്ട കേസിലെ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, എന്താണ് ഈ കേസിന്റെ വിവരങ്ങൾ? ലക്ഷ്മി, 2020 ഗാൽവാൻ താഴ്വരയിലെ ചൈനയുമായുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളുടെ പേരിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് സ്വീകരിച്ചത്. ഇത് ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ കേസിൽ വാദം കേൾക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ഈ കേസ് ഇന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസ് സ്റ്റേ ചെയ്തെങ്കിലും ബെഞ്ച് ഈ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും വാക്കാൽ ചില വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, പാർലമെന്റിൽ പറയാത്തത്, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പറയേണ്ടി വരുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിച്ചു. അതോടൊപ്പം തന്നെ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയും? താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ എന്ത് വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞത്? ഒന്നുമില്ലാതെ എന്തിനാണ് ഈ പ്രസ്താവനകൾ നടത്തുന്നത്? ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇതെല്ലാം പറയുമായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതി വാക്കാൽ പരാമർശം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.